ഹബീബായ റസൂൽ നടപ്പിലാക്കിയ സാമൂഹിക വിപ്ലവങ്ങൾ ഉണ്ടായിരുന്നു. ലോകമാനവ സമൂഹത്തിനിടയിൽ വെളുത്തവൻ കറുത്തവന്റെ മേൽ കുതിര കയറുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ജാതീയതയുടെയും അതേപോലെ തന്നെ മനുഷ്യർക്കിടയിൽ വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും മറ്റും പേര് പറഞ്ഞുകൊണ്ട് അതിർവരമ്പുകൾ സൃഷ്ടിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നടപ്പിലാക്കിയ മാനവിക വിമോചനം എത്ര വലുതാ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ രാജ്യത്തിന് തന്നെ ഒരു ചരിത്രമുണ്ടായിരുന്നല്ലോ. ഈ രാജ്യത്തെ പാവപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. പാവപ്പെട്ട ജനങ്ങൾ, ഈ രാജ്യത്തെ കീഴാള ജനവിഭാഗങ്ങൾ, ഇവിടുത്തെ ആദിവാസികൾ, ഈ രാജ്യത്തെ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കീഴാളന്മാരും ഇവിടുത്തെ അവർണന്മാരും ഉണ്ടായിരുന്നു. പൊതുനിരത്തിലൂടെ നടക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നില്ല. പൊതുപള്ളിക്കൂടത്തിൽ പോയി പഠിക്കാനുള്ള അവകാശം അവർക്കില്ല. പൊതുകുളത്തിൽ കുളിക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നില്ല. തമ്പ്രാക്കന്മാരുടെ പല്ലക്ക് ചുമന്നു കൊണ്ടുവരുന്ന മല്ലന്മാർ ഹോയ് ഹോയ് എന്ന ശബ്ദം ഉയർത്തിക്കൊണ്ടാ വരുന്നത്. എന്തുകൊണ്ടാ? സവർണനായ തമ്പ്രാന്റെ പല്ലക്ക് കടന്നു വരുന്ന വഴിയിൽ അവർണനായ ഒരു പാവപ്പെട്ട മനുഷ്യൻ നിൽക്കാൻ പാടില്ലായിരുന്നു. ഈ ശബ്ദം കേട്ടാൽ 32 അടി വാരം മാറി നടക്കാൻ വിധിക്കപ്പെട്ട ഇന്ത്യ രാജ്യത്തെ കേരള സംസ്ഥാനത്തിലെ പാവപ്പെട്ട അധസ്ഥ ജനവിഭാഗക്കാരുണ്ടായിരുന്നു. പാടത്തും പറമ്പത്തും കല്ലിനോടും മണ്ണിനോടും പടവെട്ടിയിട്ട് ഈ നാടിന് വേണ്ടിയിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് പൊന്നു വിളയിക്കുന്നവർ, അവർ ചെയ്യുന്ന ജോലിക്ക് അർഹമായ കൂലി അവർക്ക് നൽകപ്പെടുമായിരുന്നില്ല. അവർക്ക് അർഹമായ ശമ്പളം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നത് തന്നെ എങ്ങനെയാ? മുറ്റത്തൊരു കുഴി കുഴിക്കും. മുറ്റത്തൊരു കുഴി ഉണ്ടാക്കിയിട്ട് പശുവിനും പട്ടിക്കുമെല്ലാം ഭക്ഷണം കൊടുക്കുന്നത് പോലെ അതിൽ ചോറ് വിളമ്പി കൊടുക്കും, അതിൽ കഞ്ഞി വിളമ്പി കൊടുക്കും. അതിൽ നിന്നും വാരി തിന്നാൻ വിധിക്കപ്പെട്ട ഈ രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയോ, ആ ഒരു സന്ദർഭത്തിലാണ് മഹാനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവും സംഘവും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സന്ദേശവുമായി ഇന്ത്യ രാജ്യത്ത് കേരളത്തിന്റെ മണ്ണിലേക്ക് അവർ കടന്നെത്തുന്നത്. അന്ന് ഇവിടെയുണ്ടായിരുന്ന ഹൈന്ദവ സഹോദരങ്ങൾ അവരെ സ്വീകരിച്ചത് എന്തുകൊണ്ടാ? അവർക്ക് പള്ളി ഉണ്ടാക്കാൻ സ്ഥലങ്ങൾ വിട്ടുകൊടുത്തത് എന്തുകൊണ്ടാ? അവർക്ക് താമസിക്കാൻ സ്ഥലങ്ങൾ വിട്ടുകൊടുത്തത് എന്തുകൊണ്ടാ? കാരണം മനുഷ്യത്വത്തിന്റെ മഹിതമായ മൂല്യങ്ങൾ വിഭാവനം ചെയ്യുന്ന ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ കേട്ടിട്ട് തങ്ങളെ മനുഷ്യരായി പരിഗണിക്കുന്നവരാണ് മുസ്ലിമുകളെന്ന് അന്നിവിടെ ഉണ്ടായിരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലായി. മുസ്ലിമായി അംഗീകരിക്കുന്നത് ഇവരാണ് എന്ന്. ആ അന്ന് വന്ന മുസ്ലിമുകൾ ഈ രാജ്യത്തെ കീഴാള ജനവിഭാഗങ്ങളോടൊപ്പം ഇരുന്നു. ഒന്നിച്ച് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. അവരോടൊപ്പം ജോലി ചെയ്തു. അവര് ചെയ്യുന്ന ജോലിക്ക് നല്ല കൂലി കൊടുത്തു. എല്ലാ നിലയിലും അവരോടൊപ്പം സഹകരിച്ചു. അതുകൊണ്ടാണ് പണ്ഡിറ്റ് കറുപ്പനയുള്ള പോലെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ പറഞ്ഞത്, അല്ല ഇവനൊരു പുലയനല്ലേ, അല്ല ഇവനൊരു പുലയനല്ലേ. അല്ലാ മതം പോയി സ്വീകരിച്ചാൽ ഇല്ലാ വിലക്കില്ലായിടത്തും പോയിടാം, ഇല്ലത്തും പോയിടാം ജ്ഞാനപ്പെണ്ണേ, നോക്കൂ സുന്നത്തിൻ മഹാത്മ്യം യോഗി പെണ്ണേ. ഇന്നലെ വരെ പുലയനായി പോയതിന്റെ പേരിൽ പൊതുവഴിയിലൂടെ നടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടവൻ അല്ലാ മതം പോയി സ്വീകരിച്ച് മുസ്ലിമായാൽ ഇല്ലാ വിലക്ക്, എല്ലായിടത്തും പോയിടാം, വിലക്കൊന്നുമില്ല, എവിടെ വേണേലും പോയിടാം. നോക്കൂ സുന്നത്തിൻ മഹാത്മ്യം യോഗി പെണ്ണെ, സുന്നത്തിന്റെ മഹത്വം ഇതാണ് എന്ന് പണ്ഡിറ്റ് കറുപ്പനെ പോലെയുള്ള അമുസ്ലിമുകളായ കവികൾ അള്ളാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് പറയാ. കാരണം പ്രവാചകർ നടപ്പിലാക്കിയ വിമോചനം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽ പാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്ര്യങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, തമ്മിൽ ഇടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ ധാർമ്മിക. തമ്മിലിടഞ്ഞും
അഹങ്കരിച്ചും കരളു കുത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ, കാട്ടുഗ്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ ധാർമ്മിക പ്രവാചകരെ പറ്റിയിട്ട് പറയാ. അള്ളാഹുവിന്റെ റസൂല് ലോകത്ത് നടപ്പിലാക്കിയ മാനവിക വിപ്ലവം എന്ന് പറഞ്ഞാൽ അതാണ്. അള്ളാഹുവിന്റെ റസൂല് നടത്തിയ സാമൂഹിക വിപ്ലവങ്ങളെ പറ്റി നമ്മൾ തിരിച്ചറിയണം സഹോദരങ്ങളെ. തൊലികറുത്തതിന്റെ പേരിൽ, അവർണനായതിന്റെ പേരിൽ, അടിമകളായതിന്റെ പേരിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്ന ലോകത്തെ മനുഷ്യ മക്കളുണ്ടല്ലോ, അവര് മനുഷ്യരാണെന്ന പരിഗണന ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരല്ലയോ? എത്രയോ പള്ളികളിലേക്ക് ചെന്നാൽ നമുക്ക് കാണാം, നമ്മൾ വുളൂ ചെയ്തുകൊണ്ട് ദുആ ചെയ്തിട്ട് നിസ്കാരത്തിന് വേണ്ടി അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ പള്ളികളിലൊക്കെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ വിടവാങ്ങൽ പ്രഭാഷണം, അറഫാ പ്രഭാഷണം രേഖപ്പെടുത്തുകയാ. അതിൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയല്ലേ, വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് പാരായണം ചെയ്തിട്ട് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരേ, ജാതീയതയുടെ വേലക്കെട്ടുകളെല്ലാം തകർത്ത് തരിപ്പണമാക്കി, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ജാതീയതയുടെ പേരിൽ പാവപ്പെട്ട മനുഷ്യ മക്കളെ വിഘടിച്ച് കാണുന്ന എല്ലാ സാമൂഹിക ഉച്ചനീചത്വങ്ങളെയും തകർത്തെറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്യുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആയത്ത് ഓതിയിട്ട് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യ മക്കളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, അല്ലാഹ് പറയുന്നു, നിശ്ചയമായും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചതൊരാണിൽ നിന്ന് പെണ്ണിൽ നിന്നുമാ. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ, എന്നാൽ നിങ്ങളെ പല വർഗങ്ങളാക്കിയത്, പല ഗോത്രങ്ങളാക്കിയത്, പല വർണ്ണങ്ങളിലാക്കിയത്, പല ദേശങ്ങളിലാക്കിയത്, പല വേഷങ്ങളിലാക്കിയത്, പല ഭാഷകളിലാക്കിയത്, ലിതആറഫൂ, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമാ. അതുകൊണ്ട് ഒരിക്കലും സവർണന് അവർണന്റെ മേൽ യാതൊരു വിധ അധികാരവുമില്ല. അതുകൊണ്ട് വെളുത്തവന് കറുത്തവനേക്കാൾ സ്ഥാനമാനങ്ങളില്ല. അതുകൊണ്ട് ഒരിക്കലും പണക്കാരന് പാവപ്പെട്ടവനേക്കാൾ സ്ഥാനമാനങ്ങളില്ല. നിങ്ങളെല്ലാവരും ഒരു മാതാവിന്റെയും പിതാവിന്റെയും സന്തതികളാ. പ്രിയപ്പെട്ട പ്രവാചകർ ലോകത്ത് സത്യസന്ദേശം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കുകയാ. അവിടുന്ന് ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞത് ഇപ്രകാരമല്ലയോ? മക്കയുടെ മണലാരുണ്യത്തിൽ എത്രയോ പാവപ്പെട്ട അവർണരായ അടിമകളെ കഷ്ടപ്പെട്ടിരുന്നതാ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏറ്റവും ആദ്യം രക്തസാക്ഷിത്വം വരിച്ച മഹദിയായ ഷഹീദ സുമയ്യ റളിയല്ലാഹു അൻഹയുണ്ടല്ലോ, അടിമ കുടുംബത്തിൽപ്പെട്ട മഹദിയായ സുമയ്യ. ആ സുമയ്യ റളിയല്ലാഹു അൻഹയെയും അവരുടെ പ്രിയപ്പെട്ട ഭർത്താവായിരുന്ന യാസിർ റളിയല്ലാഹു അൻഹുവിനെയും അവരുടെ പ്രിയപ്പെട്ട പൊന്നുമോനായ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെയും അബൂജഹലിന്റെയും അബൂലഹബിന്റെയും നേതൃത്വത്തിലുള്ള കിങ്കരന്മാർ അതിക്രൂരമായി പീഡിപ്പിക്കുകയാ, ചാട്ടവാറടികൾക്ക് വിധേയരാക്കുകയാ, അവരെ വല്ലാതെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാ. അങ്ങനെ പകലുകളിൽ അതിക്രൂരമായ പീഡനങ്ങൾ വാങ്ങുന്ന അവരുടെ അടുക്കലേക്ക് പോകാൻ, അവരുടേതായ വിമോചനത്തിന് വേണ്ടി ഒന്ന് ശബ്ദിക്കുവാൻ, അവരെ ഒന്ന് സമാധാനിപ്പിക്കുവാൻ, അവരുടെ അടുക്കലേക്ക് ചെന്നിട്ടൊരു നല്ല വർത്തമാനം പറയാൻ മക്കയുടെ തിരുവോരങ്ങളിൽ അവരെ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാതിരുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂല പാവപ്പെട്ട അവർണരായ അടിമകളായ മനുഷ്യരുടെ അടുക്കലേക്ക് ചെല്ലുകയാ. ഹബീബായ മുത്തു റസൂൽ അവരോട് പറയുകയാ, ഇസ്ബിർ യാ ആല യാസിർ ഇന്ന മൗഇദകുമൽ ജന്ന. യാസിർ കുടുംബമേ, നിങ്ങൾ ക്ഷമിക്കുക. അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ കറുത്തവരാണെന്നുള്ളതൊരു കുറവല്ല. അള്ളാന്റെ അടുക്കൽ നിങ്ങൾ അടിമകളാണെന്നൊരു പ്രശ്നമല്ല. അള്ളാന്റെ അടുക്കൽ നിങ്ങൾ അവർണരാണെന്നൊരു വിഷയമേ ഇല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അംഗീകരിച്ചാൽ വിശാല
വിശാലവും വിസ്തൃതവും വിശുദ്ധവുമായ സ്വർഗലോകമാ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുക്കലേക്ക് സത്യസന്ദേശവുമായി കടന്നു ചെന്ന് സമാധാനിപ്പിച്ച മുത്തുളി മുഹമ്മദ് മുസ്തഫ ആരായ യാസിർ റളിയല്ലാഹു അൻഹുവിനെ വേഗത്തിലോടുന്ന കുതിരയുടെ കാലിൽ ശരീരം കെട്ടിയിട്ട് മൂർച്ചയേറിയ കള്ളിമുള്ളി ചെടികൾ വളർന്ന ഭാഗങ്ങളിലൂടെ വലിച്ചെറിച്ചു കൊണ്ടുപോകുമ്പോൾ, കരിങ്കൽ കഷണങ്ങളിലൂടെ വലിച്ചെറിഞ്ഞു കൊണ്ടുപോകുമ്പോൾ ഒരു പാവപ്പെട്ട അടിമ കുടുംബം അനുഭവിക്കുന്ന വേദനകളോർത്ത് അല്ലാഹുവിന്റെ റസൂൽ അകത്തളങ്ങളിൽ കണ്ണീരൊഴുക്കുകയാ. അവസാനം മഹദിയായ ഷഹീദ സുബയ്യ റളിയല്ലാഹു അൻഹയെ പട്ടാപ്പകലു പൊരിവെയിലത്തു പരിപൂർണ്ണ നഗ്നയാക്കി കിടത്തിയിട്ട് ആ സുബയ്യ റളിയല്ലാഹു അൻഹയുടെ അടിവയറ്റിലേക്ക് പഴുപ്പിച്ച ഇരുമ്പ് കുന്തം കുത്തിക്കയറ്റി വയറുകീറി കുടല് പുറത്തേക്ക് എടുത്തിട്ട് സുബയ്യ റളിയല്ലാഹു അൻഹ രക്തസാക്ഷിയാകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അവരെ ഓർത്ത് കണ്ണീരൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്റെയും നിങ്ങളുടെയും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്താ? നമ്മുടെയൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്താ? എന്റെയും നിങ്ങളുടെയും കണ്ണിന്റെ മുമ്പിലല്ലയോ രാജ്യത്തിന്റെ തെരുവോരങ്ങൾ ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഗുജറാത്തിലും ഒറീസയിലും ബീഹാറിലും ഡൽഹിയിലും ഉൾപ്പെടെ ഹൈന്ദവ സഹോദരന്മാരായ ദലിത് മക്കൾ പീഡിപ്പിക്കപ്പെടുകയാ. കീഴാള മനുഷ്യ മക്കൾ പീഡിപ്പിക്കപ്പെടുകയാ. അവർണരായ മനുഷ്യ മക്കൾ പീഡിപ്പിക്കപ്പെടുകയാ. ആദിവാസികളും ദലിതുകളും പീഡിപ്പിക്കപ്പെടുകയാ. സ്വന്തം കല്യാണത്തിന്റെ ദിവസത്തിൽ അണിഞ്ഞൊരുങ്ങിയിട്ടൊരു കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്താൽ അവർണരായ നിനക്കതിനെങ്ങനെ ധൈര്യം വന്നടാ എന്ന് ചോദിച്ചിട്ട് വർഗീയ പരിവാരങ്ങളുടെ വക്താക്കളായിരിക്കുന്ന സവർണ ഭീകരന്മാര് അവർണരായ ദലിത് മക്കളായ ആ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി ചാട്ടമാറണ്ടടിച്ചിട്ട് തടിയും വടിയും കൊണ്ടടിച്ചിട്ട് അതിക്രൂരമായവനെ കൊന്നുകളയുന്ന കഥകൾ നമ്മൾ കേൾക്കുകയല്ലേ? നിസാരമായ മോഷണ കുറ്റങ്ങൾ ആരോപിച്ചിട്ട് ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ദലിതരായ ആദിവാസികളായ പാവപ്പെട്ട അമ്മ പെങ്ങന്മാരെ കൊണ്ടുവന്നിട്ട് പട്ടാപ്പകല് പരിപൂർണ്ണ നഗ്നരാക്കിയിട്ട് പൊരുവെയിലത്ത് പോസ്റ്റിൽ കെട്ടിയിട്ട് പരസ്യ വിചാരണയ്ക്ക് വിധേയരാക്കുകയല്ലേ? പാവപ്പെട്ട ദലിതുകളായ സഹോദരന്മാരെ പിടിച്ചുകൊണ്ടുവന്നിട്ട് പേപ്പട്ടികളെ തല്ലുന്നത് പോലെ അവരെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുകയല്ലേ? ഏതൊക്കെ വാർത്തകളാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? നമുക്കാർക്കെങ്കിലും അതിന്റെ പേരിൽ ഒരു വിഷമം വരുന്നുണ്ടോ? നമുക്കാർക്കെങ്കിലും അതിന്റെ പേരിൽ ഒരു വേദന അനുഭവിക്കുന്നുണ്ടോ? എത്രയെത്ര വാർത്തകളാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? എത്രയെത്ര കഥകളാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്? സോഷ്യൽ മീഡിയകളിലൂടെ, വർത്തമാന കാലഘട്ടത്തിലെ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഓരോന്നും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാ. ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യ മക്കളുണ്ടല്ലോ, അവരുടെ വിദ്യാഭ്യാസം പോലും അവർക്ക് നിഷേധിക്കപ്പെടുമ്പോഴും ചെരുപ്പ് തിന്നാനും മലം ചുമക്കാനും മാത്രം അവർ വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ രോഹിത് വെമുല എന്നൊരു ചെറുപ്പക്കാരന്റെ ചിത്രം നമ്മൾ മറക്കാൻ പാടില്ല. രാജ്യമറിയപ്പെട്ട ശാസ്ത്രജ്ഞനാകാൻ വേണ്ടി ഒരു ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമുല എന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ പാവപ്പെട്ട കർഷകനായ കൂലിപ്പണിക്കാരനായ അച്ഛനും അമ്മയും പാടത്തും പറമ്പത്തും പണിയെടുത്തിട്ട് അവര് പഠിക്കാൻ വേണ്ടിയിട്ട് പണമയച്ചു കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തില് ആ രോഹിത് വെമുല താമസിച്ചു കൊണ്ടിരുന്നതായ ഹോസ്റ്റൽ മുറിയിലേക്ക് വർഗീയ പരിവാരങ്ങൾ കടന്നു വന്നിട്ട് സവർണരായ വിദ്യാർത്ഥികളാ പാവപ്പെട്ട അവർണ വിദ്യാർത്ഥിയെ ജാതി പറഞ്ഞിട്ട് വർഗം പറഞ്ഞ് ആക്ഷേപിച്ചിട്ട് ഹോസ്റ്റലിൽ നിന്ന് അവനെ പുറത്താക്കിയിട്ട് അവിടെ ശുദ്ധികലശം നടത്തുമ്പോ എന്റെ ജന്മമാണ് എന്റെ ശാപമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജാൻ കയറിലാ പാവപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്ത് അവന്റെ ജീവനൊടുക്കേണ്ടി വന്നെങ്കിൽ ഇപ്രകാരമുള്ള പീഡനത്തിന്റെ കഥനകഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ മുസ്ലിമായ നമുക്കതൊരു പ്രശ്നമാണോ? മുസ്ലിമുകളായ നമുക്കൊരു വിഷയമാണോ? എന്നാൽ അറിയണം സഹോദരങ്ങളെ, തൊലികറുത്തതിന്റെ പേരിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരാളെയും അല്ലാഹുവിന്റെ റസൂൽ സമാധാനിപ്പിക്കാതിരുന്നില്ല. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിമോചന പ്രത്യയ ശാസ്ത്രങ്ങൾ പറഞ്ഞുകൊടുത്ത് സ്വാതന്ത്ര്യത്തിന്റെ ഭൂമികയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് അവരെ കൈപിടിച്ച് കൊണ്ടുവരുമായിരുന്നില്ലേ? നമുക്കറിയില്ല, മക്കയിലെ ഏറ്റവും വില ഉയർന്ന അടിമയായ മഹാനായ സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു, കരിമ്പാറ കഷണത്തെക്കാൾ കറുകറുത്ത തൊലിയുള്ള ബിലാൽ, മുടിയെല്ലാം സ്പ്രിങ് പോലെ ചുരുണ്ടിരിക്കുന്ന ബിലാൽ, ചുണ്ടുകൊളുക്കയും തടിച്ച് മലർന്നിരിക്കുന്ന ബിലാൽ, ഒട്ടകത്തിന് കൊടുക്കുന്ന ദിവസങ്ങളോളം പഴക്കമുള്ള റൊട്ടിക്കഷണങ്ങൾ നിന്നുകൊണ്ട് വിശപ്പടക്കാൻ വിധിക്കപ്പെട്ട ബിലാൽ,
ഒട്ടകത്തിന് കൊടുക്കുന്ന ദിവസങ്ങളോളം പഴക്കമുള്ളതായ കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ട് ദാഹമടക്കാൻ വിധിക്കപ്പെട്ട ബിലാൽ, ഉമയ്യത്തെന്ന സവർണ ഭീകരവാദിയുടെ വാനം മുട്ടനെ നിൽക്കുന്ന കൊട്ടാരത്തിന്റെ തൊട്ടു മുമ്പിലുള്ള ഒട്ടകത്തൊഴുത്തിൽ കിടന്നുറങ്ങാൻ വിധിക്കപ്പെട്ട ബിലാൽ, ഒട്ടകച്ചാണകത്തിൽ തലവെച്ച് കിടന്ന് ഒട്ടകങ്ങളോട് കിന്നാരം പറയാൻ വിധിക്കപ്പെട്ട ബിലാൽ. ആ ബിലാൽ എന്ന കറുകറുത്ത നീഗ്രോ അടിമയുണ്ടല്ലോ, പകലന്തിയോളം ഉമയ്യത്തിന്റെ കെട്ടിടത്തിന്റെ ഉള്ളിലും പാടത്തും പറമ്പത്തും പണിയെടുക്കുന്ന ബിലാൽ, രാത്രിയൊന്ന് വിശ്രമിക്കാൻ പോലും അനുവദിക്കപ്പെടാതിരുന്ന ബിലാൽ, ആ ബിലാലിനെ ആരും ശ്രദ്ധിക്കാതിരിക്കുമ്പോഴും പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഈ ബിലാൽ എന്ന നീഗ്രോ അടിമയുടെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ കടന്നു വരികയാ. എന്നിട്ട് അവിടുന്ന് പറയുന്നു, ബിലാലേ, ബിലാലേ, നീ ഒരു മനുഷ്യനാണ് ബിലാൽ. ബിലാലേ, നിനക്ക് അവകാശമുണ്ട് ബിലാൽ. ബിലാലേ, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് ബിലാൽ. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ രാജപാത നിന്റെ മുമ്പിൽ തുറന്നിടപ്പെട്ടിരിക്കുന്നു ബിലാൽ. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ ഇസ്ലാമിന്റെ സുവർണപാതയിലേക്ക് ക്ഷണിക്കുകയാ. അവസാനം വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഏറ്റുവാങ്ങിയ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്ത് എന്ന സവർണ ഭീകരവാദികളും കിങ്കരന്മാരും അതിക്രൂരമായി പീഡിപ്പിക്കുന്ന സന്ദർഭമുണ്ടല്ലോ. പട്ടാപ്പകലു പൊരിവെയിലത്ത് വസ്ത്രമെല്ലാം അഴിച്ചു മാറ്റി പരിപൂർണ്ണ നഗ്നനാക്കപ്പെട്ട ബിലാൽ, ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് ചുട്ടുപഴുത്ത ഇരുമ്പ് ചങ്ങല കൊണ്ട് ചുറ്റി വരികയാ. എന്നിട്ട് മലർത്തിക്കിടത്തിയിട്ട് ബിലാലിന്റെ നെഞ്ചകത്തേക്ക് 4-5 പേർക്ക് മാത്രം എടുത്തുയർത്താൻ പറ്റുന്ന പാറക്കല്ലുകൊണ്ട് വെച്ചു കൊടുക്കുകയാ. ഭാരമേറിയ പാറക്കല്ലുകൊണ്ട് ശ്വാസമൊന്ന് സ്വസ്ഥമായി വിടാൻ പോലും കഴിയാതിരിക്കുന്ന ബിലാൽ, ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് ഉമയ്യത്തും ഭീകരവാദികളായ കിങ്കരന്മാരും ചാട്ടവാറുകൊണ്ട് മാറി മാറി അടിക്കുകയാ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന്, രക്തമൊഴുകുന്ന ശരീരത്തിൽ നിന്ന് ചാട്ടവാറ് വന്ന് പതിച്ചിട്ട കറുത്ത തൊലി അടർന്ന് മാറിയിട്ട് മാംസം പുറത്തേക്ക് തെറിക്കുകയാ. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിന് ഇതെല്ലാം അറിഞ്ഞിട്ട് വല്ലാത്ത വേദന തോന്നുകയാ. ഹബീബായ റസൂൽ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ സമ്പന്നനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്ന, അബൂബക്കറേ, എന്ത് വില കൊടുത്തും ബിലാലിനെ മോചിപ്പിക്കണം അബൂബക്കറേ, എത്ര പണം വേണമെങ്കിലും ചെലവഴിച്ചോ അബൂബക്കറേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് വലിയ വില കൊടുത്തുകൊണ്ട് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിക്കുകയാ. അങ്ങനെ മോചിതനായ ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് വേച്ച് നടന്നുകൊണ്ട് കടന്നു വരുന്നു ഇലാ ഹളറത്തി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സമക്ഷത്തിലേക്ക് വരുമ്പോ ഒന്നോർത്തു നോക്കടേ, ചാട്ടവാറടി കൊണ്ട് ശരീരം പൊട്ടികെട്ട് രക്തവും മാംസവും അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ബിലാലിന്റെ വിയർപ്പുമായി കൂടിക്കലർന്ന ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് വല്ലാത്ത ഗന്ധം അനുഭവിക്കുകയാ. എന്നാൽ ആ ബിലാലിന്റെ കറുകറുത്ത ശരീരത്തെ, ബിലാലിന്റെ ഗന്ധമുള്ള ശരീരത്തെ തന്റെ വെളുത്തു തൊടുത്ത അമ്പറിനേക്കാൾ സുഗന്ധമുള്ള ശരീരത്തേക്ക് ചേർത്ത് ആലിംഗനം ചെയ്ത്, വരിക ബിലാലേ, ഇസ്ലാമിന്റെ ചാത്തല തീരത്തേക്ക് വരൂ ബിലാൽ എന്ന് പറഞ്ഞുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ബിലാൽ സ്നേഹത്തോടെ ഒരാലിംഗനം ഏറ്റുവാങ്ങുകയാ. ചരിത്രം അവിടെ തീർന്നിട്ടില്ലല്ലോ. ആ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ റസൂൽ തന്റെ പേഴ്സണൽ സെക്രട്ടറി ആക്കി മാറ്റുകയാ. അങ്ങനെ ചരിത്രം ഒരുപാട് കഴിഞ്ഞു കിടന്ന് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായ മക്കാ വിജയത്തിന്റെ സന്ദർഭത്തിൽ കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറി ഇസ്ലാമിന്റെ വിജയഭേരി മുഴക്കുന്നതാരാ? അർഹതയുണ്ടെന്ന് തോന്നുന്ന നൂറുകണക്കിന് ആളുകൾ അവിടെ നിരന്നു നിൽക്കുകയാ. അതേ മക്കയിലെ വലിയ കച്ചവടക്കാരനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. മക്കയിലെ ബില്ലാളി വീരനായിരുന്ന സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. മക്കയിലെ വലിയ സമ്പന്നനായിരുന്ന സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. മക്കയിലെ ഉന്നത കുലജാതനായിരുന്ന സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. വിശുദ്ധ ഖുർആനിൽ അഗാധ പാണ്ഡിത്യം നേടിയ
ഒരുപാട് സഹാബാക്കൾ അവിടെയുണ്ട്. വിശുദ്ധ ഹദീസിൽ അഗാധ പാണ്ഡിത്യം നേടിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. എന്തിനേറെ പറയണം, വെളുത്തൊടുത്തു സുന്ദരക്കുട്ടനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. അവരെ ആരെയും അല്ലാഹുവിന്റെ റസൂൽ കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാൻ വിളിച്ചിരുന്നില്ല. റസൂലുള്ള വിളിച്ചതാരെയാ? വരൂ ബിലാലേ, വരൂ ബിലാലേ, കയറൂ ബിലാൽ. ഹബീബായ റസൂലിന്റെ പ്രവാചകത്വത്തിന്റെ മുദ്ര പതിക്കപ്പെട്ട ചുമലിന്റെ മുകളിലേറിയിട്ട കഅബാലയത്തിന്റെ മുകളിൽ കയറാൻ, ഇസ്ലാമിന്റെ വിജയപേര് മുഴക്കാൻ. അതെ, എന്നിട്ട് ഏതൊരു ബിലാലിനെയാണോ മക്കയിലുള്ളതായ ഖുറൈശികൾ ഒരു കാലത്തടാ അടിമയായ ബിലാലെ എന്ന് വിളിച്ചത്, അതേ ബിലാലിനെ തന്നെ കഅബാലയത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തിയിട്ട് സയ്യിദുനാ ബിലാൽ, ഞങ്ങളുടെ നേതാവായ ബിലാലെ എന്ന് വിളിപ്പിച്ച മുഹമ്മദ് മുസ്തഫ, അധസ്ഥിത ജനവിഭാഗക്കാരൻ അധികാരം എന്ന മഹത്തായ സന്ദേശം ഉയർത്തി ലോകം കണ്ട ഏറ്റവും വലിയ സാമൂഹിക ഉച്ചനീചത്വങ്ങൾ മുഴുവനും തകർത്തെറിഞ്ഞ വിശ്വവിമോചകരെ, സാമൂഹിക പരിഷ്കർത്താവേ, അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുണ്ട് സഹോദരങ്ങളെ ഇങ്ങനെ ഒരു നായകനെ, ഇങ്ങനെ ഒരു നേതാവിനെ പറയാൻ വേറെ ആരുണ്ട്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ഹബീബായ റസൂല് ലോകത്തിന് നൽകിയ സംഭാവനകളാ. അവിടെ നിന്ന് നടത്തിയ സാമൂഹിക വിപ്ലവം, സാംസ്കാരിക വിപ്ലവം, അവിടെ നിന്ന് നടത്തിയ ആത്മീയ വിപ്ലവം. മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു തൊലി കറുത്ത അവർണനായ അടിമ, ഒരു ദലിതൻ, ഒരു പാവം കീഴാളൻ, സ്വാതന്ത്ര്യം സ്വപ്നം കാണാനുള്ള അവകാശം പോലുമില്ല. നമ്മുടെ രാജ്യത്ത് നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്നില്ലേ? കീഴാളന്മാർ കഷ്ടപ്പെടുത്തപ്പെടുമ്പോ, അവര് പീഡിപ്പിക്കപ്പെടുമ്പോ, സവർണ പരിവാരങ്ങളുടെ വക്താക്കള് ആ പാവപ്പെട്ട അവർണ കുടുംബത്തിൽപ്പെട്ട അമ്മ പെങ്ങന്മാരെ കൊണ്ടുവന്ന് പരസ്യമായി വസ്ത്രാക്ഷേപം നടത്തിയിട്ട് പരസ്യ വിചാരണ നടത്തുന്ന ഇന്ത്യ രാജ്യത്ത് സ്വന്തം കല്യാണത്തിന്റെ ദിവസം അണിഞ്ഞൊരുങ്ങി കുതിരപ്പുറത്ത് പോയവനാ പാവപ്പെട്ട ദലിതനെ തല്ലി കൊന്നുകളഞ്ഞത് സവർണ ഭീകരവാദികൾ. ഇതൊക്കെയും നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോ അരുതേ എന്നൊന്ന് പറയാൻ നമുക്ക് തോന്നുന്നില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബ് അവർണരായ അടിമകളായിരുന്ന അധസ്ഥിതരായിരുന്ന കീഴള ജനവിഭാഗക്കാർക്ക് മോചനം കൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹു അടിമയാ മോചിപ്പിച്ചു. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ തന്റെ പേഴ്സണൽ സെക്രട്ടറിയാക്കി. മക്ക വിജയത്തിന്റെ സമയത്ത് കഅബയുടെ മുകളിൽ കയറ്റി നിർത്തി. എന്നിട്ട് ഏതൊരു ബിലാലിനെയാണോ കഅബാലയത്തിന്റെ ചാരത്ത് വെച്ച് പീഡിപ്പിച്ചിരുന്നത്, ഏതൊരു ബിലാലിനെയാണോ മക്കയിലെ അറബികളൊക്കെ എടാ അടിമയായ ബിലാലെ എന്ന് വിളിച്ചത്, അതേ ബിലാലിനെ കഅബയുടെ മുകളിൽ കയറ്റി നിർത്തി റസൂലുള്ളാഹി തങ്ങൾ വിളിപ്പിച്ചു സയ്യിദുനാ ബിലാൽ, ഞങ്ങളുടെ നേതാവായ ബിലാൽ. അടിമയായ ബിലാലിനെ നേതാവാക്കി മാറ്റി അധസ്ഥിത ജനവിഭാഗക്കാരൻ അധികാരം എന്ന മഹത്തായ സന്ദേശം ലോകത്തിന്റെ മുന്നിൽ പ്രചരിപ്പിച്ച മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ പറ്റിയിട്ടായി പറയുന്നേ? റസൂലുള്ളാഹി തങ്ങൾ പ്രവാചകർ നടപ്പിലാക്കിയ വിപ്ലവങ്ങളാ സഹോദരങ്ങളെ. റസൂലുള്ളാഹി തങ്ങൾ നടപ്പിലാക്കിയ രാഷ്ട്രീയ വിപ്ലവം നമുക്കറിയോ? നമുക്കൊക്കെ എന്താണ് ഇസ്ലാമും രാഷ്ട്രീയമായിട്ട് എന്താ ബന്ധം? അല്ലേ? ഇസ്ലാമും രാഷ്ട്രീയമായിട്ട് എന്താ ബന്ധം? ലോക ചരിത്രത്തിൽ കൃത്യമായ രാഷ്ട്രീയം എന്താണെന്ന് ലോകത്തെ പഠിപ്പിച്ചത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമാ. നമ്മളെന്താ മനസ്സിലാക്കി? ഇസ്ലാം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പള്ളിയുടെ 4 ചുവരുകൾക്കുള്ളിൽ തീർന്നു. അതിനപ്പുറം പിന്നെ ഇസ്ലാം ഇല്ലല്ലോ. അതിനപ്പുറം നമ്മൾ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നില്ലല്ലോ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അല്ലേ? ആ ഉമറുൽ ഫാറൂഖ് 2 ഒട്ടകങ്ങളെ മേയ്ക്കാൻ അറിയാതെ പോയ ഉമർ ലോകത്തിന്റെ 4/3 ഭാഗങ്ങളെയും മാതൃകാപരമായി ഭരണം നടത്തുന്ന ചക്രവർത്തിയായി മാറിയത് എങ്ങനെയാ? ലോകത്തെ 20 ഭൗതിക സാമ്രാജ്യങ്ങളുടെ അധിപതിയായി മാറിയത് എങ്ങനെയാ? ആ ഉമറിന്റെ ഭരണം ലോകത്തിന്റെ മുമ്പിൽ മാതൃകയായി മാറിയത് എങ്ങനെയാ? ഇന്ത്യയിൽ ഉമറിന്റെ ഭരണം വേണമെന്ന് മഹാനായ ഗാന്ധിജി ആഗ്രഹിച്ചത് എന്തുകൊണ്ടാ? എനിക്ക് ഉമറിനെ പോലെ ഒരു ഭരണാധികാരിയാകണമെന്ന് നെപ്പോളിയൻ ബോണപ്പാർട്ട് കൊതിച്ചു പോയത് എന്തുകൊണ്ടാ? ആ ഉമറുൽ ഫാറൂഖ് എന്ന ചെറുപ്പക്കാരനിലൂടെ വിശ്വവിമോചകൻ മുത്തുളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് നടപ്പിൽ വരുത്തിയ മഹത്തായ രാഷ്ട്രീയ വിപ്ലവങ്ങൾ കണ്ടുകൊണ്ടാ ഇത് നമുക്ക് കാണാൻ പറ്റണം.
ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. റസൂലുള്ളാഹി തങ്ങൾ നടത്തിയ രാഷ്ട്രീയ വിപ്ലവം, അധികാരവും രാഷ്ട്രീയവും ഇതൊക്കെ പറയുന്ന ഇസ്ലാമിനെതിരാണോ? ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്തയാണോ? നമ്മൾ നോക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നാളെ മഹ്ശറയിൽ വല്ലാത്ത ഭയാനകമായ അവസ്ഥയാ, ഭീതിജനകമായ അവസ്ഥയാ. നമ്മൾ ഒരുപാട് വാള് കേട്ടിട്ടുണ്ട് അല്ലേ? കട്ടിച്ചെമ്പ് ഭാഗിയ തറയിലെ ആളുകളെ നിർത്തുന്നത്. സൂര്യൻ തലയുടെ തൊട്ടു മുകളിലുണ്ടാവും, എന്നാൽ ശരീരത്തില് ചൂട് മറയ്ക്കാൻ, ശരീരം മറയ്ക്കാൻ ഒരു വസ്ത്രമില്ല, കാലിലിടാൻ ഒരു ചെരുപ്പ് പോലും ഇല്ല. മുകളിൽ നിന്ന് സൂര്യന്റെ ചൂടേറ്റിട്ട് തലയോട്ടിയുടെ ഉള്ളിൽ തലച്ചോറ് പോലും തിളയ്ക്കാൻ തുടങ്ങും. പാദം കാല് ചവിട്ടി നിൽക്കുന്നിടത്ത് നിന്ന് ചൂട് മുകളിലേക്ക് കയറിയിട്ട് ശരീരത്തിലുള്ളതായ രക്തവും മാംസവും തിളയ്ക്കാൻ തുടങ്ങും. ഇങ്ങനെ മനുഷ്യൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, മെഴുകുതിരി ഉരുകുന്ന പോലെ ഉരുകാൻ തുടങ്ങുമ്പോ അള്ളാഹുവിനോടൊന്ന് ആവശ്യപ്പെടും, റബ്ബേ നിന്നിടത്ത് നിന്ന് നീ ഒന്ന് മാറ്റിത്തരുവോ? ഇതെവിടെയാ നിൽക്കുന്നത്? അവിടെ നിന്നൊന്ന് മാറാനുള്ള അവസരം നീ തരുവോ റബ്ബേ? അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ചോദിക്കും.